സ്ട്രീറ്റ് ലൈനിൻ്റെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമൂഹത്തിനെ നമ്മൾ ഫേസ് ചെയ്യണ്ടേ, പള്ളിയിൽ പോകണ്ടേ, ഒരു ഫങ്ഷന് പോകണ്ടേ, അമ്മയ്ക്ക് ബാങ്കിൽ പോകണ്ടേ, ഞങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനൊരു പ്രചരണം വരുമ്പം ആളുകളത് ഏറ്റെടുക്കത്തില്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എൻ്റെ ഒരു ഫീല്. ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അത് ബോംബ് പോലെ പൊട്ടിത്തുടങ്ങി. ഇത്രയും വലിയൊരു വ്യക്തിഹത്യ, അതൊരിക്കലും 70 വയസ്സ് കഴിഞ്ഞ എൻ്റെ അപ്പനെ പറ്റി ഞങ്ങൾക്കത് ഒരിക്കലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആരെ പറ്റിയാണെങ്കിലും പറയുമ്പം ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്നത് ഞാൻ അപ്പയുടെ നല്ല ചായ ആണ് എല്ലാവരും പറയുന്നത്. എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ എനിക്കിപ്പോഴും ഉമ്മൻചാണ്ടി പാവാടയും ബ്ലൗസ് ഇട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അമ്മയും അപ്പയും തമ്മിൽ ഒരു തെറ്റിദ്ധാരണയോ ഒരു വാക്ക് തർക്കമോ എൻ്റെ പേരിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പയുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകളും ടെക്നോ പാർക്കിലെ E&Yയിലെ ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ മറിയ ഉമ്മനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ മറിയ ഉമ്മൻ. ഇപ്പം 10 വർഷത്തിലേറെ നീണ്ട വ്യത്യസ്തമായ അന്വേഷണങ്ങൾ, ജുഡീഷ്യൽ അന്വേഷണം, ക്രൈം ബ്രാഞ്ച്, ഇപ്പോൾ ഈ കാലമെല്ലാം കഴിഞ്ഞ് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി ഉമ്മൻചാണ്ടി സാറിന് ഒരു വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ് അതിൽ ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷേ ഈ സത്യം ഇപ്പോൾ വളരെ വൈകി പുറത്തു വരുമ്പോൾ ഈ കുടുംബാംഗങ്ങൾ അല്ലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച അല്ലെ മനോവ്യത അല്ലെ മനോവിഷമം ആ കാലത്തിന് ആര് മാപ്പ് പറയും? ആ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഏകദേശം 10 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ അധികം രാഷ്ട്രീയം അങ്ങനെ ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നില്ല. ഇപ്പോഴും അധികം അങ്ങനെ രാഷ്ട്രീയം ഫോളോ ചെയ്യാറില്ല. അന്നത് ആദ്യം കേട്ടപ്പോൾ ആക്ച്വലി എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായിരുന്നില്ല ആദ്യം നിന്ന്. പിന്നെ ഞാനത് കുറച്ച് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷേ ആദ്യം പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നെ ഇങ്ങനെ ആളുകൾ വിശ്വസിക്കുമോ? ഇത് അപ്പോൾ 50 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതം, ചെറുപ്പം തൊട്ടേ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ണ് തുറക്കുന്നതേ ആളുകളെ കണ്ടിട്ടാണ്. ശനിയും ഞായറും പുതുപ്പള്ളി പോകും. ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നതെങ്കിലും വീക്കെൻഡ്സ് എപ്പോഴും പുതുപ്പള്ളിയിലാണ്. കണ്ണ് തുറക്കുന്ന ആളുകളെ കണ്ട് അങ്ങനെ ജനങ്ങളുടെ ഇടയിലാണ് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, ഓപ്പൺ ബുക്ക്, എല്ലാവർക്കും അറിയാവുന്നൊരു ആൾ. അപ്പം അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനൊരു പ്രചരണം വരുമ്പം ആളുകളത് ഏറ്റെടുക്കത്തില്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എൻ്റെ ഒരു ഫീല്. ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അത് ബോംബ് പോലെ പൊട്ടിത്തുടങ്ങി. ഒന്നായി പുറകെ ഓരോ സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ പൊട്ടിത്തുടങ്ങി. പിന്നെ അതിലെന്താ പറയുക, അതങ്ങനെ പൊട്ടിത്തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു പിന്നെ നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അപ്പോൾ ഒരു വിഷമം തോന്നി. ബിക്കോസ് ഇത് ആളുകൾ ഏറ്റെടുക്കും, ആളുകളുടെ മനസ്സിലേക്ക് കയറും എന്നൊരു ചിന്തയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നപ്പം അതിലൊരു അതിയായ വിഷമം തോന്നിയിരുന്നു, ഭയങ്കര വിഷമം തോന്നിയിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ സമയത്ത് വീട്ടിലങ്ങനെ അപ്പയെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് കണ്ടു വളരും. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിൽ. ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ, അപ്പയും അമ്മയും ഞങ്ങളും എല്ലാവരും ഒരു മക്കളും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ പറയും, ഡിസ്കസ് ചെയ്യും. അപ്പം പറയുമായിരുന്നു, അപ്പം തന്നെയാണ് ഏറ്റവും ഇതിനകത്തെല്ലാം ഏറ്റവും കമ്പോസ്ഡ് അപ്പം തന്നെയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറയും, ഒരിക്കലും ഒരു മോശപ്പെട്ട മുഖം ആരെയും കാണിക്കരുത്, നമ്മളൊരിക്കലും ഓവർ റിയാക്ട് ചെയ്യരുത്. ഇതൊക്കെ അപ്പയുടെ ജീവിതത്തിൽ തന്നെ അതാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്. അപ്പം ഞങ്ങൾക്കത് അപ്പയെ പോലെ പ്രാക്ടിക്കലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ പക്ഷേ അത് സ്ലോലി അത് ലേൺ ചെയ്തു. പിന്നെ അതിനകത്തുള്ളത് ക്ലിഫ് ഹൗസാണ്. അപ്പോൾ ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി, രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലാണ്. ആൾക്കൂട്ടത്തിന് നടുവിലാണ്, ജനസമ്പർക്കം നടക്കുന്നു. അപ്പം നമ്മൾ എത്ര അണ്ടർ പ്രഷറാണെങ്കിലും നമുക്ക്
ആ മുഖം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ വീട്ടിൽ ആളുകൾ നമ്മളവരെ ഫേസ് ചെയ്യുന്ന അവരുടെ മുമ്പിലേക്ക് പോകുന്നില്ല, അപ്പയാണ് പോകുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് പേര് അവിടെ ഉണ്ട്, വരുന്നുണ്ട്, നമുക്ക് അങ്ങനൊരു മുഖം കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഫീലിങ്സ് വെളിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. പക്ഷേ അതെല്ലാം പിന്നെ ജീവിത അനുഭവങ്ങളായി മാറി. ആദ്യം കേട്ടപ്പോൾ പിന്നെ ഷോക്ക് മാറി, പിന്നെ അത് നേരിടാനുള്ളൊരു മനസ്സിലേക്ക് മാറ്റപ്പെട്ടു. ഈ വിഷയം വന്നപ്പോ അപ്പയായിട്ട് ഇത് സംസാരിക്കുന്ന എല്ലാവരോടും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെയില്ല. ഞങ്ങളിപ്പം കോമഡി ഭക്ഷണം കഴിക്കാൻ വല്ലതും ഇരിക്കുമ്പം പറയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോഴാണ് അപ്പം ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ സംയമനം വിട്ടുപോകരുത്, ആരെന്ത് പറഞ്ഞാലും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം നമ്മളതെല്ലാം മാക്സിമം അമ്മയ്ക്കാണെങ്കിലും അമ്മയും വയ്യാതായി. അപ്പം ഇത് കേൾക്കുമ്പോൾ നാച്ചുറലി ഒരു ഭാര്യ എന്ന രീതിയിൽ മക്കൾക്കുണ്ടാവുന്ന അതുപോലെ തന്നെയാണല്ലോ ഭാര്യയ്ക്കും. നമുക്ക് പിന്നെ ഒരു ഇൻഹിബിഷൻ, എനിക്ക് ആദ്യം ഇതറിഞ്ഞതിന് ശേഷം വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഇൻഹിബിഷൻ, ഓഫീസിലോട്ട് പോകണം, കൊച്ച് സ്കൂളിലോട്ട് പോകണം, ആരെങ്കിലും ഇത്രയും മോശപ്പെട്ട പ്രചരണങ്ങളല്ലേ, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ എന്ന് വെച്ചാൽ ഇത്രയും കാലം ഉണ്ടായ ഒരു അനുഭവമല്ല. അപ്പം ചെറുപ്പം തൊട്ട് പറഞ്ഞില്ല, ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് ജീവിക്കുന്നു. രാഷ്ട്രീയമായിട്ട് നേരിട്ടുള്ള ആരോപണം പോലെ അല്ല, ഇത് വേറെ വ്യക്തിഹത്യയാണല്ലോ നടക്കുന്നത്. അപ്പം നമ്മൾ ചെറുപ്പത്തിലേ പോകുമ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അതിഭയങ്കര സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ജീവിച്ച് വളർന്നു വന്നപ്പോൾ ഇത്രയും വലിയൊരു വ്യക്തിഹത്യ, അതൊരിക്കലും 70 വയസ്സ് കഴിഞ്ഞ എൻ്റെ അപ്പനെ പറ്റി ഞങ്ങൾക്കത് ഒരിക്കലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പം സമൂഹത്തിലോട്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങുമല്ലേ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമല്ലേ, കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമല്ലേ, നമ്മൾ ഷോപ്പിങ്ങിന് പോകുമല്ലേ, നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ ആളുകൾക്കറിയാം അപ്പം മനുഷ്യരെ നമ്മളെ എങ്ങനെ കാണുന്നു, അങ്ങനെ ഒരു ഇതുണ്ടോ നമ്മുടെ മനസ്സിൽ. നാച്ചുറലി ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ നാച്ചുറലി അങ്ങനെ തോന്നാം. പക്ഷേ പിന്നെ നമ്മൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല. അതാണ്, ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഇല്ലില്ല, ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും വിളിക്കും, പറയും, പിന്നെ പ്രാർത്ഥിക്കും. എല്ലാവരും പറയും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഇതിൽ നിന്നെല്ലാം വെളിയിൽ വരും. അതാണല്ലോ ഇപ്പം ഇത്രയും വലിയ ബോംബ് പൊട്ടിയ സാധനങ്ങൾ കുമിള പോലെ എല്ലാം പൊട്ടി അവസാനം എല്ലാത്തിൽ നിന്നും വിടുതൽ നമുക്ക് വന്നല്ലോ. അല്ല, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹം ഈ ഒരു ആരോപണം വന്നപ്പോൾ പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസി വേണേലും അന്വേഷിക്കട്ടെ, അതുപോലെ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോയി വേറെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതി മണിക്കൂറോളം ഇരുന്നു. അന്നേരം അദ്ദേഹത്തിന് സത്യം അറിയാവുന്നതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് അതെല്ലാം പറഞ്ഞത്. അതെ, കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞില്ല, അപ്പോൾ പറയായിരുന്നു നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അവസാനം പിന്നെ അപ്പയെ പൊളിറ്റിക്കലി ഡാമേജ് ചെയ്യാനായിരിക്കാം ഇത് ചെയ്തത്. ബിക്കോസ് അപ്പയെ ഒരു രീതി വളരെ സത്യസന്ധനാണ്, വേറൊരു പ്രശ്നവും ഇല്ല, ഇത്രയും ജനകീയനാണ്. അപ്പം ആർക്കും എപ്പോഴും വേണേ കയറാം. അപ്പം അറ്റാക്ക് ചെയ്യാൻ ഒരു മാർഗമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത് നമുക്കപ്പം. അതും പോരാഞ്ഞിട്ടാണ് അവിടെയും തളരുന്നില്ല എന്ന് കണ്ടിട്ടായിരിക്കും ഞങ്ങളുടെ ഫാമിലിയെ അറ്റാക്ക് ചെയ്തത്. ഫാമിലിയെ നമ്മളാരും അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളൊന്നും അല്ല. അപ്പം ഫാമിലി അറ്റാക്ക് ചെയ്ത് അവിടെയും തകർക്കാൻ നോക്കുന്നു. അപ്പം അതൊക്കെ ഒരു ബോധപൂർവമായിട്ടൊരു ഗൂഢശക്തികൾ ഉണ്ടായിരിക്കാം നാച്ചുറലി പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്ത് ഇതാക്കേണ്ട കാര്യം. പക്ഷേ അങ്ങനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഇപ്പം എന്താ അതിലേറെ ദൈവം അതിലൊരു ഇത് കാണിച്ചിപ്പം ഇരട്ടി മനുഷ്യരുടെ മുമ്പിലല്ല ഇത് തെളിഞ്ഞില്ലേ. CBI അന്വേഷിച്ച് ഏറ്റവും വലിയ ഒന്നുമല്ല, ഏറ്റവും വലിയ ഏജൻസി അന്വേഷിച്ച് നമുക്ക് ക്ലീൻ ചിറ്റ് തന്നില്ലേ. അപ്പോൾ നമുക്കതിൻ്റെ മറുപടി ലഭിച്ചു, നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് വന്നു. പക്ഷേ ഈ ക്ലീൻ ചിറ്റ് തരുമ്പോഴും ഇപ്പോൾ ഈ ഒരു വിവാദം വന്നപ്പോൾ ഇതൊരു വിവാദമായിരുന്നല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, മാധ്യമങ്ങളിൽ ഇത് വരുന്നു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സത്യം തെളിയുമ്പോൾ ഈ അനുഭവിച്ചതിൻ്റെ കണക്ക് ആര് തീർക്കും? അത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണെങ്കിലും പറയുമ്പം ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇപ്പം നമുക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. 10 വർഷത്തിന് ശേഷം ഇത്രയും അനുഭവിച്ചതിന് ശേഷം എന്തുമാത്രം അപ്പയുടെയും ഏജ് നോക്കണം, വയസ്സ് അത്രയും ഏജിലാണ് ഈ നമ്മളിപ്പം ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടുമല്ലോ. അതെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് നമുക്കിത് കിട്ടിയത്. അതോടൊപ്പം നമ്മുടെ ഫാമിലിയിലും അത് അഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ, അത് ആരാണെങ്കിലും ചില കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലീൻ ചിറ്റ് കിട്ടും. പക്ഷേ ഇതിനകത്ത് ചിലപ്പം തിരിച്ചു കിട്ടാൻ പറ്റാത്ത നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങൾ കാണുമായിരിക്കാം.
അത് ആരെ പറ്റി പറഞ്ഞാലും അത് എപ്പോഴും ഒരു അത് ചിന്തിക്കേണ്ട നമുക്കെല്ലാം വെളിപ്പെടുത്തി പറയാനും പറ്റത്തില്ല. നമുക്ക് എന്ത് നഷ്ടമായെന്നുള്ള കണക്ക് വെളിപ്പെടുത്താൻ പറയാൻ പറ്റത്തില്ല കാര്യമല്ല. പക്ഷെ അപ്പം ഏതൊരു മനുഷ്യനെ പറ്റി പറയുമ്പോഴും ആര് പറയുമ്പോഴും അതങ്ങനെ ഒരു ഒന്ന് സെക്കൻഡ് തോട്ട് എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് രാഷ്ട്രീയമാണെങ്കിലും പേഴ്സണാണെങ്കിലും എല്ലാതും നമ്മളല്ലെങ്കിൽ അതിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് അത് കടന്നു പോകുന്നതെന്ന് ആരോപിക്കുന്നവരറിയുന്നില്ല. അതെ, അല്ല അദ്ദേഹത്തിന് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായി വരുമ്പോൾ സമയത്തുണ്ടാവുന്ന ഇതിപ്പം അദ്ദേഹം സത്യം ഉണ്ടപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇതൊക്കെ ഒരു സ്ട്രെസ് അല്ലേ? കാരണം മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന എക്സ്ട്രീം സ്ട്രെസ്സാണ്. അപ്പയ്ക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾക്കും ആരോപണം വരുമ്പോൾ നമുക്ക് സത്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ അതെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടെ നമ്മൾ കടന്നു പോകണ്ടേ? അത് വളരെ വേദനാജനകമാണ്. അതിൽ കൂടെ പോകുമ്പോൾ കൊള്ളുന്ന മുള്ളുകൾ അതിഭയങ്കരമാണ്. അത് കൊണ്ടവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ അദ്ദേഹം പോയപ്പോൾ ഒരിടത്ത് കല്ലെറിയാൻ വരെ അന്ന് വന്നിരുന്നു. ഭയപ്പെട്ടിരുന്നു. എങ്ങനെയാണ്? അപ്പൊ ആദ്യം കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷെ എൻ്റെ ഇപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അമ്മ ഇല്ല, ഞാനും മോനും മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ. അമ്മ സിസ്റ്ററിൻ്റെ അടുത്ത് അച്ചുവിൻ്റെ അടുത്ത് പോയിരിക്കുക ദുബായിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കല്ലെറിഞ്ഞു ഹോസ്പിറ്റലിൽ വന്ന് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഞാനും മോനും ഒക്കെ പോയപ്പോൾ നമ്മൾ കല്ലെറിഞ്ഞു മുഖ്യമന്ത്രിയെ കല്ലെറിയാന്നപ്പം നമുക്ക് ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ ഇടയിലാണല്ലോ. പെട്ടെന്ന് നമ്മളൊന്ന് പേടിച്ചു പോകും. പിന്നെ അത് സീരിയസ് ആയി. പിന്നെ അപ്പം അവരോട് ക്ഷമിക്കുകയും ചെയ്തു. അപ്പയുടെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പ ഞങ്ങളെ പറഞ്ഞു തന്ന ഒരു കാര്യം ഒന്നിലുള്ള അപ്പയുടെ ക്ഷമ. നമ്മൾ ക്ഷമയോടെ എല്ലാം നേരിടാൻ പഠിക്കണം. നമ്മൾ സംയമനത്തോടെ നേരിടാൻ പറ്റണം. അപ്പയുടെ ലെവലിൽ നമുക്ക് ആർക്കും പറ്റത്തില്ല, ആര് ട്രൈ ചെയ്താലും പറ്റത്തില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ സംസാരിക്കുമ്പോൾ പറഞ്ഞു തന്നത് കുറച്ചൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തിൽ പോകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണ്ടേ? ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ലേ. അല്ല, ഈ ഒരു കാലത്ത് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിതനായി കണ്ടിട്ടുണ്ടോ? അപ്പ ആസ് എ പേഴ്സണാലിറ്റി ഒരിക്കലും വർക്കിൽ എത്ര പ്രഷർ ഉണ്ടെങ്കിലും വീട്ടിൽ കാണിക്കുന്നത്. പൊതുവേ പുരുഷന്മാരുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓഫീസ് പ്രഷർ വരുമ്പോൾ വീട്ടിലത് ദേഷ്യപ്പെടും. അത് കാണും. അപ്പയെന്ന് പറഞ്ഞൊരു വ്യക്തി ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഇതുവരെ ദേഷ്യപ്പെടുന്നതോ ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. നാച്ചുറലി അപ്പ ഒരു മനുഷ്യനാണ്, മനസ്സിൽ എന്തായാലും കാണും. അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് കുടുംബമായിട്ടിരുന്ന് സംസാരിക്കും എന്നല്ലാതെ അങ്ങനെ ദുഃഖിതനായി വർഷം 10 നമുക്ക് ഇതിന്റെ ഇടയിൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുമില്ല. അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവം എനിക്ക് അങ്ങനെ ഒരു അമിതമായി ദുഃഖമോ സന്തോഷമോ പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതമല്ല. എപ്പോഴും വളരെ ലൈറ്റായിട്ട് എല്ലാത്തിനും ലൈറ്റായിട്ട് കാണുന്ന ഒരു പ്രകൃതമാണ്. എങ്കിലും ഈ ഒരു കാലയളവിൽ ഫാമിലി ഇപ്പം മറിയ ആണെങ്കിലും അല്ലെങ്കിൽ അമ്മ, ബ്രദർ, സഹോദരിയുണ്ട്, അച്ചു, ഇവരൊക്കെ ഏറ്റവും ഒരു വല്ലാതെ വിഷമിച്ചു പോയ എന്തായിരുന്നു ഏറ്റവും ഒരു വലിയ വിഷമം തോന്നിയത്? ഇതിൻ്റെ ഇടയിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് ഭയങ്കര ഒന്നിന് പുറകെ ഒന്ന് കേസ്, ഭയങ്കരമായി അമ്മയ്ക്കും ഇടയ്ക്ക് വയ്യാതാവും, ക്ഷീണമാകും. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിലൊക്കെ പോയി ഇത്രയും വയസ്സായിട്ട് ഇത്രയും മണിക്കൂർ അവിടെ ക്വസ്റ്റ്യൻ. നമുക്കപ്പം വെളിയിൽ ടെൻഷനാണ്. വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് എന്താണെന്ന് പക്ഷെ എല്ലാം സക്സസ്ഫുള്ളായി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലിരിക്കുന്നവരെ ഒരു അനുഭവിക്കുമല്ലേ. അപ്പം ആ ഒരു സംഭവമുണ്ട്. പിന്നെ CD തപ്പിപ്പോയത് അത് ഇവിടുന്ന് ഒരു എന്തായിരുന്നു ഇവിടുന്ന് എത്രയാ മിനിറ്റ് റിപ്പോർട്ട് ചെയ്ത് അപ്പോഴൊക്കെ നമുക്ക് ഇതിലൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളിത് ക്രോസ് ചെയ്തുകൊണ്ട് മിനിറ്റ് ഞങ്ങൾ അവിടെ ആ പോയിന്റിലെത്തി. എനിക്കിപ്പോൾ മറന്നു, ഒരുപാട് വർഷങ്ങളായില്ലേ. പക്ഷെ എനിക്ക് ആ TV കാണുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഓരോ ദിവസവും പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ എന്ത് കരുതി? അല്ല, പിന്നെ ആദ്യത്തെ കുറച്ച് നാളത്തെ ഷോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് യൂസ്ഡ് ആവും. പിന്നെ ഇനി എന്തേലും ആയിക്കോട്ടെ, ഇത് തെളിയുമ്പോൾ തെളിയട്ടെ. ഒരു അദൃശ്യ ശക്തി മാളിലുണ്ടല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ട്. ആ ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ബിക്കോസ് അല്ലെങ്കിൽ ഇങ്ങനെ
ഇല്ലാ കഥകൾ മാത്രമല്ലേ പറയുന്നത്. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലൊരു 1% എങ്കിലും സത്യമുണ്ടെങ്കിലേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതല്ല, ഇതൊരു രാഷ്ട്രീയ അധികം പിന്നെ മറിയ രാഷ്ട്രീയത്തിലധികം നോക്കുന്ന ആളല്ല. പക്ഷെ ഇത് ഒരു പക്ഷേ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചല്ലോ എതിരാളി. അല്ല, ഇത് പൊളിറ്റിക്കൽ ഇതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ പൊളിറ്റിക്കലി ഡാമേജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ് ആയിരുന്നായിരിക്കും. അപ്പം അവിടെ തകർക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും മക്കളെയും കൂടെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പം നാച്ചുറലി മെൻ്റലി എങ്കിലും ഡൗൺ ആവുമല്ലോ. അങ്ങനെ കുടുംബമായി അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡെഫിനറ്റ്ലി രാഷ്ട്രീയ ആയുധം തന്നെ ആയിരുന്നു. രാഷ്ട്രീയമായിട്ട് തകർക്കാൻ നോക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതായിരിക്കാം. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ഉദ്ദേശം കണ്ടു കാണാമായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഇൻവിസിബിൾ ഹാൻഡ്, നമ്മൾ തെറ്റൊന്നും ചെയ്യാത്ത അദൃശ്യകരം നമ്മൾക്ക് എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴെല്ലാം തീർന്നില്ലേ? അന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാട് പേര് നമ്മുടെ പിന്തുണയുമായിട്ട് എത്തിയവരും ഉണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും, നമ്മുടെ വെൽ വിഷേഴ്സ് എല്ലാവരും നമ്മളെ സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം തിരിഞ്ഞു വരും, ഇതെല്ലാം സത്യം തെളിഞ്ഞു വരും. ബിക്കോസ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിയാമല്ലോ നമ്മളെങ്ങനെ. അപ്പയുടെ ഒരു ഇത്രയും വർഷത്തെ ജീവിതം വെച്ച് നമുക്കറിയാമല്ലോ നമ്മളെങ്ങനെയാണെന്നുള്ളത്. അത് വെച്ച് അവരിത് സത്യം തെളിച്ചു. അത് എപ്പോഴാന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് ഇപ്പോഴാണ് ആ സമയമായത്. അല്ല, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണ്. പക്ഷെ അദ്ദേഹത്തെ പോലൊരു എന്താ പറയുക, ഒരു സമുന്നത നേതാവിനോട് ഈ ഒരു രീതിയിലൊരു ആരോപണം ഉന്നയിക്കരുതായിരുന്നു എന്ന് പറയുന്നവരാണ് കൂടുതലും അല്ലേ? ശരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്തുണ്ടായാലും ഇങ്ങനൊരു വ്യക്തിഹത്യക്ക് മുതിരുന്നത് ഇച്ചിരി കടന്നുപോയില്ലേ? അത് ഉന്നയിക്കുന്നവരുടെ ഇതുപോലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉന്നയിക്കുന്നവരാരായാലും ആർക്കെതിരായാലും ഒന്ന് തിങ്ക് ചെയ്യണം. അതേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് കമൻറ്റ് ചെയ്യാനില്ല. ബിക്കോസ് പൊളിറ്റിക്കലാകാം, നോൺ പൊളിറ്റിക്കലാകാം. പക്ഷേ എന്ത് ഫീൽഡിലാണെങ്കിലും ഉന്നയിക്കുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പോയിന്റ്, വേറൊരു കാര്യം, അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പം എപ്പോഴും പറയുന്ന കാര്യം അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഒരാൾ അപ്പം അടിക്കാൻ വന്നാലും, അന്ന് കല്ലെറിഞ്ഞ കേസിലും പറയും അവൻ്റെ ആ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ, അവൻ്റെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും അവൻ ശരിയായിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ ചെയ്യുന്നവർ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ വശത്തിരിക്കുന്ന ആൾക്ക് എങ്ങനെ കൊള്ളും എന്ന് ചിന്തിക്കുന്നില്ല. അന്ന് അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകും. മറ്റേ വശത്തിരിക്കുന്ന ആളിന് എന്ത് തോന്നുന്നു മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരൊക്കെയാണല്ലോ ഇതിൽ ശരിക്കും അഫക്റ്റഡ് പാർട്ടി. അതും ഇത്രയും വലിയ ആരോപണങ്ങൾ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാൻ പറ്റണ്ടേ? നമുക്ക് ആദ്യം ഇറങ്ങുന്നൊരു ഒരു ഷോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ആദ്യം പറഞ്ഞില്ലേ, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നാം. കരഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഓർത്ത്? അതൊക്കെ ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ നമുക്ക് നമ്മൾ കടന്നു പോകണ്ടേ? കടന്നു പോയി 50% ആകുമ്പം നമ്മൾ പിന്നെ അത് ഫേസ് ചെയ്യാൻ റെഡിയാവും. പിന്നെ അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പറയാനായിട്ട്. പക്ഷേ നന്നായിട്ട് ദുഃഖിച്ചിട്ടുണ്ട്. അത് ഇല്ലാന്ന് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അത് ഇപ്പം എല്ലാം നന്മയാക്കി തന്നല്ലോ. അതെ. അല്ല, ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ക്ലീൻ ചിറ്റ് ഉള്ള ഓരോ അറിഞ്ഞ ശേഷം പറഞ്ഞല്ലോ, എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും സത്യം തെറ്റ് ചെയ്താത്തിടത്തോളം കാലം ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഇടയിലും എപ്പോഴും നമ്മൾ വീട്ടിൽ സംസാരിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളും ഈ ഒരു സ്റ്റാൻഡാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാ പിടിക്കുക? തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പരാതിക്കാരിയോട് ഇപ്പോൾ എന്ത് തോന്നുന്നു? അതിനെപ്പറ്റി ഒന്നും ഞാൻ പരാതിക്കാരിയെ പറ്റി ഒന്നും കമൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കണം. പരാതിക്കാരിയുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ താല്പര്യം. ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിക്കുമായിരുന്നു? ഇല്ലില്ല, അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലേ അല്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന ഒന്നാമത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. എപ്പോഴും വെളിയിലാണ്, കുറച്ച് സമയം വീട്ടിലുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എന്താണ്, നമ്മളാരും ഇപ്പം വീട്ടിലുള്ളത് ഞാനോ അമ്മയോ എൻ്റെ കൊച്ചു, ഞങ്ങളാരും രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളും അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സംസാരം ഇല്ല. മറിയ മൂത്ത മകളെന്നുള്ള നിലയിൽ ഇപ്പോൾ നല്ല ഓർമ്മയായി വരുന്ന കാലം തൊട്ടേ അച്ഛൻ്റെ ചുറ്റും ആൾക്കൂട്ടമല്ലേ? അതെ, അതാ പറഞ്ഞു. ചെറുപ്പത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, പുതുപ്പള്ളിയിൽ എല്ലാ വീക്കെൻഡും പോവും.
അപ്പോൾ വീക്കെൻഡ് സൺഡേ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സൺഡേ കണ്ണ് തുറക്കുമ്പം ചുറ്റും ആളുകളെയാണ് കാണുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിലാണ് വളർന്നത്, കഷ്ടപ്പെടുന്നവരെ കണ്ടാണ് വളർന്നത്. അപ്പം കഷ്ടപ്പെടുന്നവരോട് എപ്പോഴും അനുകമ്പ വേണം എന്ന് പറഞ്ഞു തന്നാണ് വളർത്തിയത്. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്. അന്നൊക്കെ അച്ഛനെ ഒന്ന് അടുത്ത് കിട്ടാനായിട്ടുള്ള ഒരു അന്നുള്ള കുട്ടിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെ മിസ്സിങ് എനിക്കങ്ങനെ മിസ്സിങ് എന്ന ഒരു ഓർമ്മയായിട്ട് എനിക്ക് മിസ് ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് വീട്ടിലെല്ലാവരും ഉണ്ട്, നമ്മൾ ആ ലൈഫിൽ അങ്ങ് പോയി. അപ്പം അങ്ങനെ മിസ് ചെയ്ത് ചെറുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ? അല്ലല്ല, അതെല്ലാം അമ്മയാണ്. അപ്പം കംപ്ലീറ്റ് അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അമ്മയാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പ വരുമ്പം അമ്മ എപ്പോഴും പറയാം, അപ്പം എപ്പോഴും ചെറുപ്പത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് എൻ്റെ തലയിൽ ഒരു ഉമ്മ തരുമായിരുന്നു ഫസ്റ്റ്. എപ്പോഴും എൻ്റെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ തലയിൽ ഒരു ഉമ്മ തരുമായിരുന്നു എന്നെ കാണുമ്പോൾ. യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടൊക്കെ? അല്ല അങ്ങനെയൊന്നുമില്ല. ഒരുമിച്ച് യാത്ര കൊണ്ടുപോകാറുണ്ട്? യാത്രയ്ക്ക് ചെറുപ്പത്തിൽ എല്ലാ വീക്കെൻഡും ഞങ്ങൾ ഒരുമിച്ച് പുതുപ്പള്ളി പോയി വരും. പുതുപ്പള്ളി ഞങ്ങളുടെ യാത്ര. പിന്നെ ഇടയ്ക്ക് വല്ല അവധിയൊക്കെ ആകുമ്പോൾ അപ്പ ഓരോ സ്ഥലത്ത് ഫംഗ്ഷനുകൾക്ക് പോകുമല്ലോ, അപ്പം ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും. അപ്പം വീക്കെൻഡ്സ് ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അമ്മയ്ക്കും കൂടെ എടുത്ത്. അപ്പം ഞങ്ങളെല്ലാം അതായിരുന്നു ഞങ്ങളുടെ യാത്രകൾ. പിന്നെ അമ്മ ബാങ്കിലായിരുന്നുകൊണ്ട് ഈ 3-4 ഇയേഴ്സ് കൂടുമ്പം ബാങ്കിൽ നിന്ന് LTC കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തിലൊക്കെ. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാർ മന്ത്രി ആയിട്ടില്ലേ? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അപ്പം മന്ത്രിയായി. 8-ലോ 9-ലോ പഠിക്കുമ്പോൾ മന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് വലുത്. ഓക്കെ, ചെറുപ്പത്തിൽ 8-ലോ 9-ലോ പഠിക്കുമ്പോൾ അപ്പം മന്ത്രിയായി. എന്നിട്ട് എൻ്റെ 10ാം ക്ലാസ്സിൽ അപ്പയായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പയ്ക്ക് ഞാൻ ബാൻഡ് ലീഡർ ആയിരുന്നു. ഞാൻ അപ്പയെ സ്വീകരിച്ചത് ബാൻഡ് ലീഡറായിട്ട്. എന്നിട്ട് അന്ന് എനിക്ക് അപ്പ ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡും അപ്പ തന്നായിരുന്നു. അതൊരു മെമ്മറബിൾ മൂമെന്റ്. എപ്പോഴും എൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളും കൂടെ പേഴ്സണൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം മറിയ നോക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ആയതുകൊണ്ട് ബാക്കി രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. മക്കളാരും പക്ഷേ രാഷ്ട്രീയത്തിൽ ഇപ്പൊ മറിയ മൂത്തമോളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നത് ചാണ്ടി ഉമ്മനാണ്. അച്ചു വന്നേക്കുമെന്നൊക്കെ ഇടയ്ക്ക് സംസാരം റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പെൺമക്കൾക്കാർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായിരുന്നു. അച്ചു പിന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ദുബായിൽ അവൾ കോളേജിലേക്ക് വെച്ചുണ്ടായിരുന്നു. പിന്നെ ദുബായിലെ പ്രവർത്തകയായിരുന്നു. ദുബായിലായതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ ആ ലൈനിൽ അങ്ങ് പോയി. എനിക്ക് ചെറുപ്പത്തിലെ രാഷ്ട്രീയമില്ല. ഞാൻ ഇവിടുന്ന് പഠിച്ചു, മംഗലാപുരത്ത് പഠിച്ചു. പിന്നെ വന്ന് ജോലിയായി, ടോട്ടലി പ്രൊഫഷണലായിട്ട് ഞാൻ കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ കൊയർ ഗ്രൂപ്പ്, മ്യൂസിക്കിനോട് താല്പര്യം, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ 11 വർഷമായി ഞങ്ങൾ അങ്ങനത്തെ. അത് പറഞ്ഞല്ലോ, അപ്പ എപ്പോഴും ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, വളരെ താഴ്മയോട് എല്ലാവരോടും പെരുമാറണം. 2, കഷ്ടപ്പെടുന്നവരോട് അനുകമ്പ വേണം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ആ ഒരിതുണ്ട്. ഇപ്പം അതുകൊണ്ടായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ അല്ലേ, ഏത് ആൾക്കും വരാം, ഏത് പാവപ്പെട്ടവനും വരാം, ആർക്കും വരാം, ഏത് ആവശ്യക്കാരനോട് വരാം. അതിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല. ഒരു പ്രൊഫഷണലിലേക്ക് തിരിഞ്ഞു പോയി ഒരു പ്രൊഫഷണലായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം അടുത്തിടെ മറിയയ്ക്ക് ഒരു ഡോക്ടറേറ്റ് കിട്ടി മാനേജ്മെന്റിൽ അല്ലേ? അതെ. അത് മാനേജ്മെന്റില് അതായിരുന്നോ തീസിസ്? മാനേജ്മെന്റിലാണ് ഡോക്ടറേറ്റ് ഞാൻ ചെയ്തത്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞ ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആവും. പിന്നെ നമുക്ക് ഡീവിയേറ്റ് ചെയ്യണം. ഞാൻ MBA ചെയ്തു. 13-14 ഞാൻ MBA ചെയ്തു. MBA ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്കാഡമിക്സിനോട് പിന്നെയും ഒന്ന് ചെയ്യണം തോന്നി. അങ്ങനെ 2017 പിന്നെ ഡോക്ടറേറ്റ് തുടങ്ങി. MBA ആണ് താല്പര്യം. അത് ബേസിക്കലി MBA ചെയ്തു. ആ കാലയളവിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അതുണ്ട്. അത് കൊയർ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ 11th ഇയർ ആണ്. എല്ലാ ക്രിസ്മസിനും പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പയുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ചികിത്സയ്ക്ക് പോയിരുന്നു. അത് ജർമ്മനി പോയിരുന്നു. ഞാനും പോയിരുന്നു. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പം റെസ്റ്റിലാണ്. ബാംഗ്ലൂരുണ്ട്. എത്രയും വേഗം തന്നെ
അപ്പോൾ പൂർണ്ണ തിരക്കുകളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് ന്യൂ ഇയർ കഴിയുമ്പോൾ വരും എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്ലാനിങ്ങും എല്ലാം. ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എല്ലാം നല്ല രീതിയിൽ, റെസ്റ്റും ട്രീറ്റ്മെന്റും എല്ലാം നല്ല രീതിയിൽ. ഇപ്പോൾ ഈ നമ്മൾ ഈ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച കഥ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ അസുഖം വന്നപ്പോഴും കുടുംബത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ അതേക്കുറിച്ച് എന്ത് പറയുന്നു? അതിപ്പം എന്ത് പറയാനാണ്, നമ്മളിപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവരോടും പോയി അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പബ്ലിക്കാണ് പറയുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ. പക്ഷെ ഇപ്പം എന്തായാലും ദൈവം അനുഗ്രഹിച്ച് അസുഖമെല്ലാം നന്നായിട്ട് മാറി പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം മാറുമെന്നുള്ള എല്ലാം പൂർണ്ണ വിശ്വാസം അതാണ്. അല്ല, അന്ന് ചാണ്ടി ഉമ്മന് വളരെ വിഷമത്തോടെ എന്തോ കമന്റ് ചെയ്യേണ്ടി വന്നെന്ന് തോന്നുന്നു. ചാണ്ടിയാണ് പൊതുവെ അവിടെ ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പം അവിടെയും ഇപ്പം നമുക്ക് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്നു കഴിയുമ്പം ഇതിനെല്ലാം ഒരു വിരാമം ആവുമല്ലോ. എന്തിനാണ് ഏറെ ഈ ട്രോളുകൾ വരെ ഇറങ്ങി, ഇത് പ്രാർത്ഥനയാണ് പറഞ്ഞ്? അല്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്, വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന അൾട്ടിമേറ്റ്ലി പ്രാർത്ഥിച്ചാലല്ലേ ഏത് രോഗവും. നമ്മുടെ ഡോക്ടറും പറയുന്നത് ദൈവത്തിന്റെ ഈശ്വരന്റെ പ്രവൃത്തി ആണ് അൾട്ടിമേറ്റ്. മരുന്നിൽ നമ്മൾ ചെയ്യുന്നു, ഡോക്ടറും പറയുന്നത് അത് തന്നെയാണ്, പ്രാർത്ഥിക്കരുത് എന്ന് പറ്റത്തില്ല. ഇതൊക്കെ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി തലയിടുന്ന പ്രവണത പൊതുവേ ഉണ്ട് ആൾക്കാർക്കിടെ. അത് ശരിയാണോ? അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻ അല്ലേ, അത് അവരവരുടെ ഓൺ പേഴ്സണാലിറ്റി വെച്ച് അവർ ചെയ്യുന്നതാണ്. അതൊക്കെ പക്ഷേ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. കാരണം ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുമ്പോൾ കുടുംബത്തിന് ഉണ്ടെങ്കിലും ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണെങ്കിലും കുടുംബത്തിനും കൂടെ അവകാശപ്പെട്ടാണല്ലോ. അന്നേരം കുടുംബത്തിലിരിക്കുന്നവർക്ക് എന്ത് തോന്നും? അല്ല, അതും ഈ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഈ പ്രശ്നത്തിനെയൊക്കെ ലൈറ്റായിട്ട് എടുക്കാൻ പഠിച്ചു. ബിക്കോസ് ഇതിൽ നമുക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ചു വരുമ്പം അതെല്ലാം മാറും. ഓരോ പ്രശ്നങ്ങളും നമ്മളെ പുതിയ പുതിയ ലേണിങ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്, ലേണിംഗ് പ്രോസസ്. അപ്പോൾ മറ്റേതിൻ്റെ അത്രയും ഹാർഡ്ഷിപ്സ് നമ്മൾ കടന്നു പോയത് കൊണ്ട് ഇത് അത്രയും ഹാർഡ്ഷിപ്പായിട്ട് തോന്നിയില്ല. അപ്പം അതും നമ്മൾ ക്രോസ് ചെയ്യുമ്പം പുതിയ ഇപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം നമ്മളെ കൈപിടിച്ച് നടത്തും. അദ്ദേഹം എപ്പോഴും പറയുമല്ലോ ദൈവത്തിന്റെ ഒരു വിശ്വാസം. ദൈവവിശ്വാസം അൾട്ടിമേറ്റ്ലി എല്ലാവരും ദൈവവിശ്വാസികളാണല്ലോ, അവനവൻ്റെ മതത്തിലെ ദൈവവിശ്വാസികളാണല്ലോ. അത് നമ്മളെ നടത്തും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും പറയുന്നതാണ്, കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അതിൽ നിന്ന് മകളെന്ന നിലയിൽ എന്താ പഠിച്ചത്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചെറുപ്പത്തിലെ ഞങ്ങളോട് പറഞ്ഞു തന്നത് താഴ്മയായിരിക്കണം, പാവങ്ങളോട് അനുഭവം ഉണ്ടായിരിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞ പോലെ അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ, എന്ത് കാര്യത്തിനും അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ എടുക്കണം. ഇതെല്ലാം പറഞ്ഞു തന്നാൽ അപ്പയുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടിക്കലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ എത്രമാത്രം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് എളുപ്പമല്ല. അതാ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അതൊരു ഉപദേശം, കുറേയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പം എക്സ്ട്രീംലി സത്യസന്ധനായ വ്യക്തിയാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് അപ്പയിൽ നിന്ന് പഠിച്ച വേറൊരു കാര്യം. തെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയപ്പെടേണ്ട. അപ്പം പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വരും. അൾട്ടിമേറ്റ്ലി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ അവസാനം കുമ്പള പൊട്ടുന്നത് പോലെ എല്ലാം പൊട്ടും. പിന്നെ പേഴ്സണലി എൻ്റെ ലേണിംഗ് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞാൽ അതപ്പോൾ പറഞ്ഞു തന്നതല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും സഹായം ചെയ്താൽ, അപ്പയോളം സഹായം ചെയ്ത ഒരു മലയാളി ഈ ലോകത്ത് തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ജനങ്ങൾക്ക് സഹായം ചെയ്തത്. ഇപ്പം മുഖ്യമന്ത്രി ആയപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ജനസമ്പർക്കം അതും. പക്ഷെ അത്രത്തോളം തന്നെ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. അത് ബുക്കിൽ എഴുതിയ 5000 കേസ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട്. നമ്മളറിയാതെ ഡെയിലി ഇപ്പോൾ ഒരു ഫോൺ കോൾ വരും, അവർക്കൊരാവശ്യമുണ്ട്, അത് അപ്പം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് അറിയപ്പെടാത്ത കാര്യങ്ങളുണ്ട്. 100ഉം 1000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന്. അങ്ങനെ ഞാൻ പഠിച്ച എൻ്റെ ലേണിംഗ്, അങ്ങനെ മനുഷ്യന് നമ്മൾ എന്ന് വെച്ചാൽ ഈ ജനസമ്പർക്കമൊക്കെ പബ്ലിക് അറിഞ്ഞിട്ടുണ്ട്, ഇതൊന്നും മനുഷ്യരറിയുന്നില്ല. നമ്മൾ ഇൻ റിട്ടേൺ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
നമുക്കത് തിരിച്ചു കിട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണക്ക് വെക്കാതെ കണക്ക് ചെയ്താൽ നമുക്കത്, അതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ലാസ്റ്റ് ഈ കേസിൻ്റെ റിസൾട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഇത് നമ്മൾ നന്മ ചെയ്തു, ആ മനുഷ്യരുടെ അനുഗ്രഹം, ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നന്മകളെല്ലാം. നമ്മൾ ചെയ്ത നന്മയ്ക്ക് പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് തന്നെ പ്രതിഫലം കിട്ടണമെന്നില്ല. ഇല്ല, അല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ രാജേഷിനെ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്ത് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻ ആൻഡ് ഔട്ട് അറിയാമല്ലോ. അതിൽ നിന്ന് എവിടെ എത്തി, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇത് ഏത് അദൃശ്യ ശക്തിയാണ്? ബിക്കോസ് ആ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് ദൈവം അതിൽ കനിയും. ആ ഹാൻഡാണ് നമ്മളെ ഇപ്പം, അതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് തന്നെ വേറൊരു രൂപത്തിൽ കിട്ടും. എൻ്റെ ലേണിംഗ് കേട്ടോ അത്. പക്ഷെ അപ്പ പഠിപ്പിച്ചു നമ്മൾ നന്മ ചെയ്യണം, അപ്പ അത് പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആ വിശ്വാസത്തിന് നൽകുന്ന ഒരു ബലമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശ്വാസം നൽകുന്ന ബലമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഇതും കൂടെ വന്നു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ നല്ല ശക്തിയാണ് നമുക്കിപ്പോൾ. ഇനിയിപ്പം എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നൊരു, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, ഇനിയിപ്പം അത് തെളിഞ്ഞു. അപ്പം ഇതുപോലെ എന്ത് സംഭവം വന്നാലും അൾട്ടിമേറ്റ്ലി കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മൾ അതിൽ നിന്ന് വെളിയെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഉറച്ച വിശ്വാസമാണ് നമുക്ക് ഇതിൽ കൂടെ പഠിക്കാൻ പറ്റിയത്. ഇപ്പൊ ഈ ജർമ്മനിയിലൊക്കെ ട്രീറ്റ്മെന്റിന് ഒപ്പം പോയപ്പോഴൊക്കെ അന്നേരമൊക്കെ അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു അപ്പം പോകുന്ന സമയത്ത് കുറച്ച് വീക്കായിരുന്നു, കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഇപ്പം അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് ലേസർ സർജറി ഒക്കെ കഴിഞ്ഞ് വന്നപ്പം അതൊക്കെ മാറി വളരെ ബെറ്ററായി. എന്നിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലെ ട്രീറ്റ്മെൻറ്റിൽ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ആവുന്നുണ്ട്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത്. പക്ഷേ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഒച്ച തിരിച്ചു വന്നു തുടങ്ങി. അതൊക്കെ വളരെ പോസിറ്റീവ് സൈനാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് വേറൊരു രീതിയിൽ, ഇപ്പോൾ ഈ ഒരു സന്തോഷത്തിന് പുറമെ ഒരു അമ്മ എന്നുള്ള നിലയിലും മറിയയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തം. അതായത് മകൻ എഫിനോവ ഉമ്മൻ റിച്ചി അല്ലേ, മകൻ ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ്റെ മത്സരങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു വരുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം, അത് ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്, രണ്ടിലും അതായത് ഡബിൾസിലും സിംഗിൾസിലും ഫൈനലിൽ വന്നു. നാളെയാണ് ഫൈനൽ. ഈ മോൻ എങ്ങനെയാണ് ഈ ടെന്നീസിനോട് ഇത്രയും താല്പര്യം വരാൻ കാര്യം? ലോൺ ടെന്നീസ് അല്ലേ? അതെ, താല്പര്യം വരാൻ കാര്യം ചെറുപ്പത്തിലേ തന്നെ, ഒരു 5-6 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ എഫീനെ പല കാര്യങ്ങൾ ട്രൈ ചെയ്തിരുന്നു. കീബോർഡ്, തബല, പാട്ട്, അബാക്കസ്, അങ്ങനെ 3-4 പല ഡിഫറെൻറ്റ് സ്ട്രീംസ്. ടെന്നീസ് ഡിഫറെൻറ്റ് സ്ട്രീംസ്. ഒരു ഞാൻ 5-5 വയസ്സ് ഞാൻ ഈ വെളിയിൽ ഞാനിങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പല താല്പര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പിക്ക് ചെയ്യുന്നത് ചൂസ് ചെയ്ത് അവർക്ക് വലിയ താല്പര്യമായിരിക്കും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം മോനൊരു 5-6 വയസ്സുള്ള സമയത്താണ് ഞാനിങ്ങനെ ഒരുപാട് ഡ്രോയിങ്, അങ്ങനെ പല സ്ട്രീംസ് ഞാൻ ട്രൈ ചെയ്തു. അപ്പം എഫി പിക്ക് ചെയ്തതിൻ്റെ സെൻസ് എഫിയുടെ ടാലൻറ്റ് വന്നത് ടെന്നീസിലാണ്. അപ്പം തൊട്ട് അതിൽ വിട്ടു തുടങ്ങി. അപ്പോൾ ആൾക്ക് ടെന്നീസിനോടാണ് ഏറ്റവും ഇപ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 16, 15 വയസ്സാണ്, അണ്ടർ 16 കാറ്റഗറിയാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ തേർഡ് പൊസിഷൻ വന്നു. ഇപ്പോഴാണ് ഇന്ന് ആണ് ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് സീരീസ് നടക്കുന്നത്. അതിൻ്റെ ആദ്യമായിട്ടാണ് സിംഗിൾസിലും ഡബിൾസിലും ഫൈനലിൽ ഒരുമിച്ച്. നേരത്തെ പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പം അതും എല്ലാം കൂടെ നല്ല വാർത്ത. ഇപ്പം കേസിൻ്റെ ആണെങ്കിലും ആരോഗ്യത്തിൻ്റെ ആണെങ്കിലും മകൻ്റെ കാര്യത്തിൽ എല്ലാം കൂടെ. അതെ, അപ്പൊ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിക്കും, ജയിച്ചോ സംസാരിച്ചോണ്ട്. അപ്പൂപ്പന്റെ കാര്യങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടെ അങ്ങനെ എല്ലാം കൊണ്ട് ഒരു. അപ്പോൾ വിജയകിരീടം ചൂടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതോടൊപ്പം ഇപ്പൊ ചാണ്ടി ഉമ്മൻ എനിക്ക് തോന്നുന്നു ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നു അല്ലേ? അതെ. അപ്പോൾ അതിന്റെ കൂടെ ഉണ്ടോ? ചാണ്ടി ഫുൾ ടൈം ജോഡോ യാത്രയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പയുടെ കൂടെ ജർമ്മനിക്ക് പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി തന്നെ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വിട്ടിരുന്നു. ആ സമയത്ത് വന്നിരുന്നു. അല്ലാതെ ഫുൾ ടൈം കൂടെ ഉണ്ട്. ഇപ്പം ക്രിസ്മസിന്റെ ബ്രേക്കിന് വന്നിട്ടുണ്ട്. അതെ, അവിടെ എൻഡ് ചെയ്യുന്നത് അവിടെയാണ്. സോണിയാജിയൊക്കെ സാറിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതെ, അതെല്ലാം
എല്ലാം ചാണ്ടിയാണ് അവർക്ക് പോകുമ്പോൾ അവൻ അവിടെ ഉള്ളതുകൊണ്ട് രാഹുൽജിയും മാഡവും ഒക്കെ ആയിട്ട് ചാണ്ടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അവിടെ ഉള്ള ഇത്. പിന്നെ പക്ഷേ എല്ലാവരും അന്വേഷിക്കാറുണ്ട്, രാഷ്ട്രീയക്കാരും പാർട്ടി ഭേദമന്യേ എല്ലാവരും. ഉമ്മൻചാണ്ടി സാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് കണ്ടിരുന്നത് പോകുന്നതിന് മുമ്പ് അല്ലേ? അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടോ? അത് അവർ തമ്മിൽ സൗഹൃദം എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. സാറങ്ങനെ ആരുടെയും അവർ രണ്ടുപേരും സാറ് അങ്ങനെ രാഷ്ട്രീയം നോക്കിയല്ലോ. അതെ അതെ. അപ്പം ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം അന്വേഷിക്കാൻ വിളിക്കുന്നത് തന്നെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വിളിക്കും, എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള ആളുകൾ വിളിക്കും. അങ്ങനെ ഒരു ഇന്ന ആളുകൾ എന്നില്ല. അപ്പം ഒരു രാഷ്ട്രീയത്തിന് അതീതമായി പലർക്കും അപ്പം ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും വിളിച്ചന്വേഷിക്കും. ഇപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തി, നിങ്ങൾ കുടുംബപരമായിട്ട് തന്നെ അടുപ്പം പുലർത്തിയിരിക്കുന്ന ഒന്ന് എ കെ ആന്റണിയുടെ കുടുംബമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആന്റണി സാർ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടല്ലോ. ഉണ്ട്. ആന്റണിയെങ്കിലും വന്നിരുന്നു. ആന്റിയും കൂടെ രണ്ടുപേരും വന്നായിരുന്നു പോകുന്നതിന് മുമ്പ്. രാഷ്ട്രീയത്തിൽ അപ്പയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാവ് ആരാണ്? ആന്റണിയെങ്കിലായിരിക്കും. ഞാൻ കൂടുതൽ ആന്റണിയെങ്കിൽ തന്നെ ആയിരിക്കും. ഇപ്പം പിന്നെ മറിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? അതോ അങ്ങനെ ഒന്ന് പത്രമാധ്യമങ്ങളിലൂടെയുള്ള അറിവ്? അതെയല്ല, അങ്ങനെ വീട്ടിൽ വരുന്നവരെ കാണും, സംസാരിക്കും എന്നല്ലാതെ ടൂ മച്ച് ഇൻവോൾവ്മെന്റ് ഇല്ല അല്ലേ? ഇപ്പോൾ ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ജനുവരി 1 ആവുന്നു. എന്താണ് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം അല്ലെ 10 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എല്ലാം അതിജീവിച്ചു വന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നാലും എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഒരു 10 വർഷത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞ പോലെ നമ്മളിതിൽ കൂടെ എല്ലാം കടന്നുകൂടി ആ ജീവിത അനുഭവങ്ങൾ, അതിൽ നിന്ന് നമ്മളെ കുറച്ച് ആസ് എ പേഴ്സൺ നമുക്ക് തന്നെ ബെറ്റർ ആകാൻ പറ്റും, റിഫൈൻഡ് ആകും. അപ്പം നമ്മൾ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അതർ മാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കാൻ പറ്റും. നമ്മളിത് അനുഭവിച്ചു, ഞാൻ ഇതിങ്ങനെ വേറൊരാളെ പറ്റി പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നാം. പിന്നെ അൾട്ടിമേറ്റ്ലി സത്യം ജയിക്കും എന്ത് വന്നാലും. ഈ ഒരു പ്രകൃതമാണോ വല്ലാതെ വിഷമിക്കുന്ന പ്രകൃതമാണോ അതോ അമിതമായി സന്തോഷിക്കുന്ന പ്രകൃതമാണോ? എങ്ങനെയാണ് ഇതിനെല്ലാം കാണുന്നത്? ഞാനോ ഇതിനെല്ലാം ഇപ്പോൾ സട്ടിലായിട്ട് എടുക്കാൻ പഠിച്ചു. കൂടുതൽ സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറാൻ പറ്റി. എല്ലാം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമ്മളെ അവസാനം അതിൽ നിന്ന് കരകയറ്റും. അടിയുറച്ച വിശ്വാസമാണല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി വന്നല്ലോ. അത് നമ്മൾ തിയറി പറയുമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ച് നമ്മൾ കയറിയിരിക്കുക. തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പേടിക്കണ്ട. മനുഷ്യന് നന്മ ചെയ്താൽ ദൈവം തിരിച്ചു തരും. മനുഷ്യനല്ല തിരിച്ചു തരുന്നത്, ഇൻവിസിബിൾ ഹാൻഡാണ് തിരിച്ചു തരുന്നത്. ഇത് രണ്ടുമാണ് നമ്മളെ പിന്നെ സ്ട്രോങ് ആക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഞാൻ പേഴ്സണലി പറഞ്ഞു ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് ഇത്ര അനുഭവത്തിൽ നിന്ന്. ഉമ്മൻചാണ്ടിയുടെ മകൾ ആയതിൽ എനിക്കറിയാം താങ്കൾ പ്രൗഡാണെന്ന്. അതിന് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ആയതുകൊണ്ടാണ് ഈ തുടക്കം തൊട്ട് പറഞ്ഞില്ലേ, എവിടെ ഇറങ്ങിയാലും ഉമ്മൻചാണ്ടിയുടെ മകൾ. പണ്ട് ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്നത് ഞാൻ അപ്പയുടെ നല്ല ചായയാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ എനിക്കിപ്പോഴും ആണ് ഉമ്മൻചാണ്ടി പാവാടയും ബ്ലൗസ് ഇട്ട് വരുമെന്നാണ് പറഞ്ഞത്. അത്രയും പറയായിരുന്നു. അപ്പം എവിടെ പോയാലും കുഞ്ഞുഞ്ഞെന്നാണല്ലോ വിളിക്കുന്നത്. ആ കുഞ്ഞുഞ്ഞിൻ്റെ മോള്. അപ്പം ആ അപ്പയ്ക്ക് കിട്ടുന്ന സ്നേഹം, അപ്പ ജനകീയനായ മനുഷ്യനാണ്. അപ്പം ഒരു സാധാരണ പൊളിറ്റീഷ്യനെ പോലെയല്ല, ടോട്ടൽ ജനകീയനാണ്. അപ്പം അപ്പയ്ക്ക് കിട്ടുന്ന സ്നേഹം അതേ ലെവലിലാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അതിലിരുന്നത് കൊണ്ട് നമ്മളിതിൽ കൂടെ എല്ലാം കടന്നുപോയി. പക്ഷേ കടന്നുപോയത് കൊണ്ട് നമ്മൾ റിഫൈൻഡായി. ഉമ്മൻചാണ്ടിയുടെ മകളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു അനുഭവിച്ചിട്ടെങ്കിലും അതിന് നേരിടാനുള്ളൊരു, അതുകൊണ്ടാണല്ലോ നമുക്ക് ആ ശക്തി കിട്ടിയത്. ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് അത് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ അനുഭവിച്ചാലല്ലേ നമ്മളത് ഫേസ് ചെയ്യാൻ പഠിക്കത്തുള്ളൂ. അപ്പം അത് ജീവിതത്തെ കുറച്ചുകൂടെ ഹാർഡ്ഷിപ്സിനെ കുറച്ചുകൂടെ ഫേസ് ചെയ്യാൻ ജീവിതം വളരെ മനസ്സൊരു സ്ട്രോങ് ആവും അല്ലേ? മനസ്സ് കുറച്ച് സ്ട്രോങ് ആവും, കുറച്ച് കഴിയും. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും. അമ്മ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു കാലത്തേക്ക് അതിജീവിച്ചത്?
അമ്മ പൊതുവെ അങ്ങനെ അമ്മ അടിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ? ഇല്ല, അമ്മ അങ്ങനെ വീട്ടിലങ്ങനെ വലിയ അടിക്കുന്ന അങ്ങനെ ഒരു ഇതില്ല. പിന്നെ അമ്മയ്ക്ക് അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പ ഒന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് 60% കൂടുതൽ ആരും മാർക്ക് വാങ്ങിക്കരുതെന്ന വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറയായിരുന്നു. അമ്മ അവർക്ക് അപ്പ ഒട്ടും വീട്ടിലില്ല. അമ്മയുണ്ട്, അമ്മയുടെ സിസ്റ്റർ അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പം അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻ ചെയ്തതൊക്കെ അമ്മയാണ്. ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാം കല്യാണവും എല്ലാം നടത്തിയതും ഒക്കെ അമ്മ തന്നെയാണ്. അപ്പം അമ്മയായിരുന്നു സ്ട്രിക്റ്റ്. അപ്പം മാർക്ക് കുറയുമ്പം അമ്മ ചെറുതായിട്ട് അടിക്കും എന്ന് വെച്ചാൽ വലിയ അങ്ങനെ അടിയുന്നു. പക്ഷെ ആക്ച്വലി അമ്മ അടിക്കുമ്പോൾ പല പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, പല പ്രാവശ്യം അപ്പയുടെ പുറകെ പോയി ഓടിച്ചിട്ട് അമ്മയുടെ അടി അപ്പയ്ക്ക് കിട്ടിയത് ഓർമ്മയുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തല്ലായിരുന്നു സമ്മതിക്കത്തില്ല. പക്ഷേ അമ്മയായിരുന്നു ഡിസിപ്ലിൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് പറഞ്ഞ പോലെ അമ്മ ഈ കുടുംബത്തിൻ്റെ ഫുൾ ഭാരം എടുത്തു. അത് കഴിഞ്ഞ് ഈ 10-65 വയസ്സായപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു പ്രഷർ എടുത്തതിൻ്റെതായ അമ്മയ്ക്കും അമ്മയുടെ ആരോഗ്യത്തെയും ബാധിച്ചു. അമ്മയെ അതിഭീകരമായ ടെൻഷൻസിലും പ്രഷറിലും കൂടെയാണ് അമ്മ. ഒരിക്കലും അമ്മയും അപ്പയും തമ്മിൽ ഒരു തെറ്റിദ്ധാരണയോ ഒരു വാക്ക് തർക്കമോ ഇതിൻ്റെ പേരിൽ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും വലിയ അതൊരിക്കലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു സമൂഹത്തിനെ നമ്മൾ ഫേസ് ചെയ്യണ്ടേ. പള്ളിയിൽ പോകണ്ടേ, ഒരു ഫങ്ഷന് പോകണ്ടേ, അമ്മയ്ക്ക് ബാങ്കിൽ പോകണ്ടേ, ഞങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ. നമ്മൾ മനുഷ്യൻ്റെ ഫേസ് ചെയ്യണമല്ലോ. അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൽ യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് ധൈര്യം വരും. ഇപ്പോൾ മറിയ ഒരു മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഒരാൾ കൂടിയാണ്, ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്നും വേണേൽ പറയാം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് ഇപ്പോൾ ഒരു മനസ്സാവാചാ കർമ്മണ പോലും തെറ്റ് ചെയ്യാത്ത ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇത്തരം കാര്യങ്ങളുടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമല്ലേ? ആർക്ക് എന്ത് വ്യാജ പരാതി വേണേലും ഒരാൾക്കെതിരെ ഉന്നയിക്കാം. അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് പരാതി ഉന്നയിക്കുന്ന പരാതിക്കാരിക്കായിരിക്കും. സ്ത്രീകൾ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരും കാണും. പക്ഷേ ഒരു സ്ത്രീ പറഞ്ഞത് കൊണ്ടതിൻ്റെ പേരിൽ ബ്ലൈൻഡായിട്ട് അത് എടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് ഞാൻ ഈ കേസ് വെച്ച് പറയുന്നതല്ല, ജനറൽ പൊതുവായിട്ട് പറയുന്നതാണ്. അപ്പം ചിലപ്പം പുരുഷന്മാരായിരിക്കും പീഡിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതിൻ്റെ പേരിൽ ബ്ലൈൻഡ് ഡെസിഷൻ ഏത് ഫോറം എടുക്കുന്നതിനോടും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. തെറ്റുകാരാണെങ്കിൽ അവരെ നോക്കി അത് ചെയ്യാം. അത് സ്ത്രീ ആയതുകൊണ്ട് അവർ പറയുന്നത് എല്ലാം കറക്റ്റ് ആകണം എന്നുള്ളൊരു ചിന്തയുമില്ല. അതൊരു ഫോറം അതങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പാർട്ടിയെ ക്രൂസിഫൈ ചെയ്യുന്നതും ശരിയല്ല എന്നാണ്. അന്വേഷിച്ചിട്ട് ഓക്കെ, തെറ്റാണെങ്കിൽ ശിക്ഷിക്കാം. പക്ഷേ ഈ പല അന്വേഷണങ്ങളും തെറ്റായിട്ടുള്ള പരാതിയിന്മേലുണ്ടാകുന്ന അന്വേഷണങ്ങൾ പോലും വളരെ ദീർഘകാലം നീണ്ടുപോകുന്നു. അതിന് നീതി വൈകുന്നു. ഇതുപോലെ നമ്മൾ അതിൽ കൂടെ ആണല്ലോ കടന്നു, നമ്മുടെ പ്രായവും നമ്മുടെയും കടന്നു പോകുന്നു, നമ്മുടെ വർഷങ്ങൾ കടന്നു പോകുന്നു, നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, തിരിച്ചു പിടിക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ. അത് അനുഭവിച്ച് അതിൽ കൂടെ പോയവർക്കേ അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും പുതുവർഷം പ്രത്യാശയുടേതാകട്ടെ. ഉമ്മൻചാണ്ടി സാർ പൂർണ്ണ ആരോഗ്യവാനായി വന്ന് വീണ്ടും ജനങ്ങൾക്കിടയിലൂടെ നടക്കട്ടെ. എല്ലാ ആശംസകളും, പുതുവത്സരാശംസകളും. താങ്ക് യു.